മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നു. സെപ്റ്റംബർ മാസത്തെ ശമ്പളം ലഭിച്ചത് 4 ദിവസം മുൻപ് മാത്രമാണ്. ഒക്ടോബർ മാസത്തേത് എന്ന് ലഭിക്കുമെന്നും അറിയുന്നില്ല. ഫണ്ടില്ല എന്ന കാരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക മെഡിക്കൽ കോളേജാണ് മഞ്ചേരിയിലേത്. എന്നാൽ ഇവിടെ താൽക്കാലിക ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളമില്ല. സമരവും പ്രതിഷേധവും ഇടയ്ക്കിടെ നടക്കുന്നു. ബസ്സിന് വരാൻ പോലും പണമില്ല എന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുമ്പോൾ എന്താണ് മറുപടി? ചെയ്ത ജോലിക്കുള്ള കൂലിയാണ് കിട്ടാത്തത്. ഇതോടെ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതം പ്രതിസന്ധിയിലുമായി. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴിയും ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിലും നിയമിതരായ 566 താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ തുടങ്ങി സെക്യൂരിറ്റി ജീവനക്കാർ വരെ വിവിധ പദ്ധതികളിലായി ജോലി ചെയ്തു വരുന്നു. 6 മാസമായി ശമ്പളക്കാര്യത്തിൽ ഈ താളം തെറ്റൽ തുടങ്ങിയിട്ട്. സമരവും പ്രതിഷേധവും കടുത്തതോടെ സെപ്റ്റംബർ മാസത്തെ ശമ്പളം ലഭിച്ചു. ഇനിയും കാത്തിരിക്കണം. 2 മാസം സാലറിയോളം കിട്ടാണ്ടായിരുന്നു. ഒരു 3-4 ദിവസം മുന്നേ 1 മാസം സാലറി കിട്ടി. അത് തന്നെ ഞങ്ങൾ ഒരുപാട് സമരം ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് 1 മാസം സാലറി കിട്ടിയത്. നിലവിൽ ഇപ്പോൾ 1 മാസം സാലറി പെൻഡിങ് ആണ്. അതുകൂടാതെ ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മാസം കഴിഞ്ഞു. അപ്പോൾ പഴയ രീതിയിലേക്കാണ് തീർച്ചയായിട്ടും 2 മാസം സാലറി എടുക്കുന്ന കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അധികാരികളുമായി സംസാരിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അതിനുള്ളൊരു ഒന്നും കിട്ടുന്നില്ല. 1 കോടി രൂപയോളം 1 മാസത്തെ ശമ്പളം നൽകാനായി ആവശ്യമുണ്ട്. നിലവിൽ സർക്കാരിൽ നിന്ന് വിവിധ സ്കീമുകളിലായി ലഭിക്കാനുള്ള ഫണ്ട് ലഭിച്ചാൽ പ്രതിസന്ധി തീരും. പലവട്ടം സർക്കാരിലേക്ക് മെഡിക്കൽ കോളേജ് കത്തയച്ചിട്ടുണ്ടെങ്കിലും മറുപടിയില്ല. 28 കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത്. ഈ പണം നൽകുന്നുമില്ല. ഇനി അങ്ങോട്ട് ശമ്പളം കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജിന് തിട്ടവുമില്ല. 1458 സർക്കാർ ജീവനക്കാർ സർക്കാരിനെ പറ്റിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങി എന്ന വാർത്ത വരുമ്പോൾ തന്നെയാണ് ഇവിടെ താൽക്കാലിക ജീവനക്കാർക്ക് മാസം കൃത്യമായി ശമ്പളമില്ലാത്തത്. സർക്കാരിൻ്റെ ഫണ്ടിനായി കാത്തിരിക്കുകയാണ് മെഡിക്കൽ കോളേജ്. പക്ഷേ ഇനി ഇവർ സമരത്തിലേക്ക് പോയാൽ അതും ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടാതായതോടെ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 6 മാസമായി ശമ്പള വിതരണം വൈകുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. പ്രതികരണങ്ങളിലേക്ക്. കുറേ അധികാരികളെ ഞങ്ങൾ കണ്ടു. പക്ഷെ ആരോടൊന്നും പ്രോപ്പറായിട്ടൊരു മറുപടി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫണ്ടില്ല എന്നാണ് പറയണത്. ഇനിയിപ്പോൾ കാസ്പ് ഇൻഷുറൻസ് വഴി കുറച്ച് ക്യാഷ് വരികയാണെങ്കിൽ പ്രശ്നം തീരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പണിയെടുക്കണം, സാലറിക്കുള്ള വകയും ഞങ്ങൾ നോക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. സമരം ചെയ്യേണ്ട മാത്രമല്ല, ഈ സാലറി കിട്ടാൻ വേണ്ടി എല്ലാവരും ചെന്ന് കാണേണ്ട ജോലിയും ഞങ്ങളുടേതായി പോയിട്ടുണ്ട്. കെട്ടുതാലി വരെ പണയം വെച്ച് കുടുംബം പോറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോൾ 2 ആളുടെ സാലറിയും പെൻഡിങ് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എടുക്കാനില്ല. അതായത് ഇപ്പം ഒരാളോട് കടം മേടിക്കണമെങ്കിൽ തന്നെ ഒരു പരിധി ഉണ്ട് നമുക്ക്.